കാർഷിക വാർത്തകൾ. ഉത്തരേന്ത്യയിലെ മഴ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തെ താൽക്കാലികമായി ബാധിച്ചു. എന്നാൽ ഓഗസ്റ്റോടെ വിപണി വീണ്ടും സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ഉത്സവ സീസൺ അടുത്തിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഇതുവരെ വൻതോതിലുള്ള ഓർഡറുകൾ എത്തിയിട്ടില്ല. ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ കനത്ത മഴയാണ് വാങ്ങൽ നീക്കങ്ങളെ താൽക്കാലികമായി മന്ദഗതിയിലാക്കിയത്. എന്നാൽ ഓഗസ്റ്റ് ആരംഭിക്കുന്നതോടെ കുരുമുളക്, ഏലം, ജാതിക്ക, ചുക്ക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ആവശ്യകത ഗണ്യമായി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഉത്സവകാലത്തെ ഉയർന്ന വില ലക്ഷ്യമിട്ട് വൻകിട കർഷകരും മധ്യവർത്തികളും നിലവിലെ സ്റ്റോക്ക് കൈവശം വയ്ക്കുന്ന സാഹചര്യമാണ്. ഇറക്കുമതി കുരുമുളക് എത്തിച്ച് ആഭ്യന്തര വില കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും നാടൻ കുരുമുളകിനുള്ള ആവശ്യകത ശക്തമായി തുടരുകയാണ്. ഉൽപാദനക്കുറവ് കണക്കിലെടുത്താൽ ഒക്ടോബർ വരെ കുരുമുളകിന്റെ വില കൂടുതൽ ആകർഷകമായ തലങ്ങളിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് കാർഷിക മേഖലയിലെ വിലയിരുത്തൽ. അന്തർ സംസ്ഥാന വ്യാപാരികൾ അൺഗാർബിൾഡ് കുരുമുളക് കിലോയ്ക്ക് 695 രൂപ നിരക്കിൽ ശേഖരിച്ചു. ഹൈറേഞ്ചിൽ മഴ ശക്തമായതോടെ സ്റ്റോക്കിസ്റ്റുകൾ ഏലക്ക വിൽക്കാൻ കൂടുതൽ താൽപര്യം പ്രകടിപ്പിച്ചു. ഇന്നലെ നടന്ന 2 ലേലങ്ങളിലായി 1.32 ലക്ഷം കിലോ ഏലക്ക വിൽപ്പനയ്ക്കെത്തി. ഇതിൽ ഏകദേശം 1.25 ലക്ഷം കിലോ വിറ്റഴിഞ്ഞു. ഇന്നത്തെ ലേലത്തിനായി ഏകദേശം 50,000 കിലോ ഏലക്ക എത്തിച്ചിട്ടുണ്ടെന്നും ശരാശരി ഇനത്തിൽ കിലോയ്ക്ക് 3,100 രൂപ നിരക്കിലാണ് ലേലം നടന്നതെന്നും വ്യാപാര വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബീഹാറിന്റെ പ്രശസ്തമായ മഖാന ഇനി കനേഡിയൻ വിപണിയിലും. ആദ്യമായി മൂല്യവർദ്ധിത ഫ്ലേവേർഡ് മഖാനയുടെ കയറ്റുമതിക്ക് തുടക്കമായി. ബീഹാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഫ്ലേവേർഡ് മക്കാനയുടെ ആദ്യ വൻ കയറ്റുമതിക്ക് തുടക്കമായി. 7 മെട്രിക് ടൺ മക്കാനയാണ് 2 പ്രത്യേക കണ്ടെയ്നറുകളിലായി ഗുജറാത്തിലെ മുദ്ര തുറമുഖം വഴി കാനഡയിലേക്ക് അയച്ചത്. ഈ കയറ്റുമതിക്ക് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള APEDA നേതൃത്വം നൽകി. ബീഹാറിലെ ദർഭംഗയിൽ സംസ്കരിച്ച മക്കാനയ്ക്ക് ആഗോള ആരോഗ്യ ഭക്ഷ്യവിപണിയിൽ മികച്ച സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അസംസ്കൃത ഉൽപ്പന്നങ്ങൾക്ക് പകരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതോടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. ബീഹാറിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന സുപ്രധാന ചുവടുവയ്പായാണ് ഈ കയറ്റുമതിയെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പഞ്ചസാര വിപണിയിലെ അനുകൂല സാഹചര്യം ത്രിവേണി എഞ്ചിനീയറിംഗിന് നേട്ടമായി. ആദ്യപാദത്തിൽ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെട്ടു. 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ പഞ്ചസാരയുടെ ഉയർന്ന വിൽപ്പനയും മികച്ച വില ലഭ്യതയും ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ അറ്റവിറ്റുവരവ് 2.1% ഉയരാൻ സഹായിച്ചു. എക്സൈസ് തീരുവ ഉൾപ്പെടെയുള്ള അറ്റവിറ്റുവരവിലാണ് ഈ വർധനവ് രേഖപ്പെടുത്തിയത്. മദ്യ ഉപഭോഗത്തിലെ ഇടിവും മലിനജല ബിസിനസ്സിൽ നിന്നുള്ള വരുമാനക്കുറവും ഉണ്ടായിരുന്നെങ്കിലും പഞ്ചസാര വിഭാഗത്തിലെ മികച്ച പ്രകടനമാണ് കമ്പനിയുടെ ലാഭക്ഷമത വർദ്ധിപ്പിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ചോളത്തിന് ലഭിച്ച ഉയർന്ന വില, സംഭരണ ചെലവിലെ കുറവ്, DDGS ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ച മികച്ച റിയലൈസേഷൻ, മദ്യ വിഭാഗത്തിലെ ഉൽപ്പാദന പ്രവർത്തന കാര്യക്ഷമത എന്നിവയും ലാഭവർധനയ്ക്ക് പിന്തുണയായി. ഏപ്രിൽ-ജൂൺ കാലയളവിൽ കമ്പനിക്ക് 2.77 ലക്ഷം ടൺ പഞ്ചസാര വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2.58 ലക്ഷം ടണ്ണിനെ അപേക്ഷിച്ച് ഇത് ശ്രദ്ധേയമായ വർധനവാണ്. ശരാശരി വിൽപ്പന വിലയും ടണ്ണിന് 40,421 രൂപയിൽ നിന്നും 41,525 രൂപയായി ഉയർന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.